എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റൈസ് റെസിപ്പിയാണ്. നല്ല തൂവെള്ള നെയ്ച്ചോറ്, അതും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ ഒട്ടിപ്പിടിക്കാതെയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ചെറിയ അരിയാണ്, അല്ലെങ്കിൽ കൈമ അരി, ജീരകശാല എന്നൊക്കെ പറയുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരി ഉപയോഗിച്ച് ഒട്ടിപ്പിടിക്കാത്തൊരു നെയ്ച്ചോറ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു അരി എന്ന് പറയുന്നത് നല്ല ഒരു മണമുള്ള അരിയാണ്, അതുപോലെ ചെറിയ അരിയാണ്, വേവ് കുറവാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാടൊന്നും കുഴഞ്ഞു പോവാതെ കിട്ടുന്ന ഒരു അരിയാണ്. 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പോട്ട് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഡാൽഡയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചതോ ഒരു വലിയ സവാളയുടെ പകുതിയോ ചേർത്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് കനത്തിലുള്ള പട്ട ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി ഒന്ന് 2ആയി കീറിയിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 മുതൽ 1.25 കപ്പ് വരെ വെള്ളം ഈ ഒരു ചെറിയ റൈസുകൾക്ക് ഉപയോഗിക്കാം. 2 കപ്പ് വെള്ളമാണ് ബസ്മതി റൈസിന് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ മാത്രം അരി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പ് അരി എടുത്തപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഈ സമയത്ത് ഒന്ന് നോക്കുമ്പോൾ മുന്തിയാണ് വെള്ളത്തിന് നിൽക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ചോറ് വെന്ത് വരുമ്പോൾ എല്ലാ ഇടത്തേക്കും ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ ഈ ഒരു ചോറ് കറക്റ്റായിട്ട് വെന്ത് വന്നോളും. ആദ്യത്തെ ഒരു 5-6 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെയാണുള്ളത്. ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് തന്നെ വെച്ച് കൊടുക്കുക. അടച്ച് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഈ ചോറ് ഇതിലിരുന്ന് തന്നെ നന്നായി വെന്ത് കിട്ടിക്കോളും. പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറുനാരങ്ങ നീര് ചേർക്കാറുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി എണ്ണയിലോ നെയ്യിലോ കാഷ്യൂസും കിസ്മിസും എല്ലാം ഒന്ന് ഫ്രൈഡ് ആയിട്ട് ഇടാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അതൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു ചോറിന് ഇത്തരത്തിൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല തൂവെള്ള കളറിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പീസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.